ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു വളരെ സന്തോഷമുള്ള വാർത്ത കേൾക്കാനിടയായി. സന്തോഷം എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷം മുമ്പ്, ഒരു 2 വർഷം മുമ്പ് ഒരു പാവപ്പെട്ട പെൺകുട്ടി, അവൾ ഇച്ചിരി മോഡേൺ ആണ്, അവളൊരു മോഡലാണ് എന്ന കാരണം മാറ്റി നിർത്തിയിട്ട് നമുക്ക് സംസാരിക്കാം. ആ പെൺകുട്ടിയെ ബസ്സിൽ വെച്ച്, KSRTC ബസ്സിൽ വെച്ച് ലൈംഗിക ചേഷ്ട കാണിച്ച്, അതായത് അവന്റെ സാധനം പുറത്ത് കാണിച്ച ആ പെങ്കൊച്ചിനെ സാധനം, അവൻ ഒരേ സീറ്റിൽ നിന്ന് അവൻ സാധനം പുറത്ത് കാണിച്ചു. ആ പെൺകുട്ടി അത് കുറച്ച് ധൈര്യശാലി ആയതുകൊണ്ടും സംയമനം പാലിച്ചത് കൊണ്ടും, അതായത് അവൾക്ക് ആ ഒരു പരിഭ്രാന്തി വരാഞ്ഞത് കൊണ്ടും അവൾ പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കുന്ന കണ്ടോണ്ട് ഇവൻ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് ഓടി പോകാൻ ശ്രമിച്ചു. അവൻ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി. പക്ഷേ ധൈര്യശാലിയായ കണ്ടക്ടർ അവനെ ഓടിച്ചിട്ട് പിടിച്ചു. അങ്ങനെ ഒരു വലിയ വിവാദമായ വിഷയമുണ്ടായി. ആ കൂതറയുടെ പേരാണ് ഷവാദ്. അവനെ എന്തായാലും അതേ കുറ്റത്തിന് 2 വർഷങ്ങൾക്കിപ്പുറം പിന്നെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂരായിരുന്നെങ്കിൽ ഇപ്രാവശ്യം മലപ്പുറത്ത് വെച്ചിട്ടാണ്. അവനെ പുറത്തെ നാട്ടിൽ നിന്ന്, അതായത് ഇങ്ങനെ ഒരു ഉടായ്പ് കാണിച്ച് പുറത്തു പോയത് കൊണ്ട് അവനെ പോലീസ് പുറത്തുനിന്നാണ് പൊക്കിയത്. അപ്പൊ അവന്റെ സ്വഭാവം, അവൻ ഇത് തന്നെയാണ് പണിയെന്നാണ് തോന്നുന്നത്, വേറൊന്നുമല്ല. പക്ഷെ ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇതൊരു സംഭവത്തിന്റെ ഒരു ബ്രീഫ് ഞാൻ തന്നാണ്. ഇതിപ്പോ എല്ലാവരുടെ കൈകളിലും എത്തിയിട്ടുണ്ടാവും, എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. എനിക്ക് അതല്ല പറയാനുള്ളത്. ഇവനെ പൂമാലയിട്ട് സ്വീകരിച്ച മെൻസ് അസോസിയേഷൻ അണ്ണ അജിത് വട്ടിയൂർക്കാവ് അണ്ണേ, താങ്കൾ എവിടെയാണ്? വരുന്നില്ലേ? പാലഭിഷേകം നടത്താൻ വരുന്നില്ലേ താങ്കൾ? എനിക്ക് അത് മാത്രമാണ് താങ്കളോട് ചോദിക്കാനുള്ളത്. എന്തായിരുന്നു പ്രകടനം? ഞാൻ ഈ മനുഷ്യനുമായിട്ടൊരു സംവാദത്തിൽ ബാക്ക് മീഡിയയിൽ ഇരുന്ന് ചെയ്തിട്ടുള്ളതാണ്. അന്ന് ആ മനുഷ്യൻ ആസ് എ പേഴ്സണൽ ഹത്യൊന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല. പുള്ളിയുടേതായിട്ടുള്ള ഐഡിയോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി മെൻസിന്റെ ഉന്നമനത്തിനായി, നവോത്ഥാനത്തിനായി പ്രവർത്തിക്കുന്നു. കേരളത്തിലെ മുഴുവൻ ആണുങ്ങളും, മെജോറിറ്റി ആണുങ്ങളും പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് തന്നെ അവർ മെൻസ് അസോസിയേഷൻ അവന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കും. അതിനിപ്പോ ആരെ പീഡിപ്പിച്ചവനെ ആയാലും അഹോരാത്രം പ്രയത്നിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണല്ലോ ഈ സവാദിനെ കുറിച്ച് വൃത്തിയായിട്ട് അന്വേഷിക്കാതെ, അവന്റെ മാനസിക വൈകല്യം എന്താണ്, അവന്റെ ലൈംഗിക വൈകൃതങ്ങൾ എന്താണെന്നൊന്നും അന്വേഷിക്കാതെ അവനെ പൂമാലയിട്ട് സ്വീകരിച്ച നാണം കെട്ടവന്മാരാണ് ഈ മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത്. എവിടെ രാഹുൽ ഈശ്വർ ഒന്നും പറയാനില്ലേ? രാഹുൽ ഈശ്വർ എന്താ പറയുന്നത്, ഇവരുടെ പരിപാടിക്കൊക്കെ ഭാഗഭക്കാകുന്ന ഒരു മഹാനുഭാവനാണല്ലോ. അതുകൊണ്ട് ചോദിച്ചതാ കേട്ടോ. എന്തായാലും അജിത് വട്ടിയൂർക്കാവ്, താങ്കൾ എവിടെയാണ്? താങ്കളുടെ മറുപടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഇവനെ ആണല്ലോ നിങ്ങൾ 2 വർഷം മുമ്പ് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ പൂമാലയിട്ട് സ്വീകരിച്ചത്. ഇനി എന്തൊക്കെ കാണും? സത്യത്തിൽ അന്ന് ആ പെൺകൊച്ചിന്, ഈ ഒരു വൃത്തികേട് അനുഭവിച്ച ആ പെൺകുട്ടി അനുഭവിച്ച മാനസിക വ്യതകൾ, സൈബർ ബുള്ളിങ്ങുകൾ, അതൊരിക്കലും പറഞ്ഞാൽ തീരാത്ത ഒരു കാര്യമാണല്ലേ. കാരണം ആ പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തെ കുറിച്ചായി, പിന്നെ അവളുടെ ക്യാരക്ടറെ കുറിച്ചായി, അവളൊരു കൂതറയാണെന്ന് അത് ഈ വീഡിയോയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഭാഷകളൊക്കെ ആ കൊച്ചിനെ കുറിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ അതിനെ വല്ലാതെ നാണം കെടുത്തി കളഞ്ഞു. അപ്പോൾ അതിൽ പിന്നെ പെൺകുട്ടികൾക്ക് പേടിയായി തുടങ്ങി. അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടാൽ അത് പരാതിപ്പെടാൻ പേടിയായി തുടങ്ങി. അവളത് ഇപ്പോഴും ഉണ്ട്. ട്രെയിനിലൊക്കെ ചില റീൽസ് ഒക്കെ, നമ്മൾ ഷോർട്സ് ഒക്കെ നോക്കുമ്പോൾ അറിയാതെ പിന്നെ അപ്പൂപ്പന്റെ കുത്സിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് ചില ആൾക്കാർ റീൽസ് ഒക്കെ ഇട്ടിരിക്കുന്നതാണ്. പക്ഷെ ഇവരാരും പരാതി കൊടുക്കാൻ തയ്യാറല്ല. പരാതി കൊടുത്തതിലെ അവസ്ഥ, അവനെ ജയിലിൽ പിടിച്ചിടും. പിന്നെ സമൂഹം എന്ന് പറയത്തില്ല കേട്ടോ. ഈ മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തോ അവനെയൊക്കെ വിളിക്കണ്ടേ. ഈ മെൻസ് അസോസിയേഷന്റെ ഭാരവാഹികളെ എന്ത് പേരിട്ട് ഇപ്പൊ വിളിക്കണമെന്ന് എനിക്ക് സത്യത്തിൽ അറിഞ്ഞുകൂടാ കേട്ടോ. സത്യത്തിൽ വളരെ വളരെ മോശമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അവരത് ചെയ്തത്. അതിന്റെ ആഴവും പരപ്പും അവർക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. എന്തായാലും അജിത് വട്ടിയൂർക്കാവ്, താങ്കൾ അനക്കമൊന്നും കേൾക്കാത്തോണ്ടോ? താങ്കൾ ഈ സ്ത്രീ മേധാവിത്വത്തിനെതിരെ പിന്നെ പുരുഷനെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട മഹാത്മാവല്ലയോ? താങ്കൾക്ക് എന്താണ് സവാദിനെ കുറിച്ച് ഈ അവസരത്തിൽ പറയാനുള്ളതെന്ന് അറിയാൻ ജനങ്ങൾക്ക് കേൾക്കാൻ വലിയ താല്പര്യമുണ്ട് കേട്ടോ. ഒന്ന് വന്ന് 2 വർത്തമാനം ഇവരെ കുറിച്ച് പറഞ്ഞാലും. എന്തിന്റെ പേരിലാണ് ഈ നാറിയൊക്കെ താനൊക്കെ പൂമാലയിട്ട് ഉണ്ടാക്കിയെന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് കേട്ടോ. അത് പരാതിപ്പെട്ട ഒരു കൊച്ച് എന്തോരം സൈബർ ബുള്ളിങ് ആ പെൺകുട്ടി നേരിട്ടു. ഓക്കെ, അപ്പോ അത് അവളുടെ ഭാഗത്ത് നീതി ഉണ്ടായിട്ടാണ് അവൾ സൈബർ ബുള്ളിങ് നേരിട്ടതെന്ന് കൂടെ ഓർക്കണം. അത് ലൈംഗിക അധിക്ഷേപമല്ല, ലൈംഗിക അതിക്രമം. നമ്മൾ കേരളത്തിൽ കുറച്ച് നാള് മുൻപ്, ഇപ്പോൾ എനിക്ക് എത്രമാത്രം അതുണ്ടോ എന്ന് എനിക്കറിയില്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഒരു 5 വർഷത്തിന് മുമ്പ് വരെ +2 പഠിക്കുന്ന, അല്ലെങ്കിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന, ഒരു 5ാം ക്ലാസ്സിന് ഇപ്പുറം തൊട്ട് നടന്നു പോയി പഠിക്കുന്ന, അല്ലെങ്കിൽ ബസ്സിൽ പോയി പഠിക്കുന്ന പെൺകുട്ടികളോട്, കേരളത്തിലെ പെൺകുട്ടികളോട്, വിദ്യാർത്ഥിനികളോട് സർവേ എടുത്താൽ അതിൽ 80% വിദ്യാർത്ഥികൾക്ക് കാണും ഇതുപോലെ എന്തെങ്കിലും ഓർമ്മ പറയാനായിട്ട്. എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ പഠിച്ച കാലത്ത് ഇതൊക്കെ വളരെ സ്ട്രിക്റ്റായി ഈ പറയുന്ന പോലെ ഒളിവും മറവും ഓടെ നടത്തിയിരുന്ന കാലത്ത് പോലും നമുക്ക് പേടിച്ചിട്ട് ആലപ്പുഴ നഗരത്തിലെ പല ഇടവഴികളിലൂടെയും നടന്നു പോകാൻ പറ്റുമായിരുന്നില്ല. കാരണം മുണ്ടും പൊക്കി നിൽക്കുന്ന ഊളകളെ കാണാം. അവന്മാരുടെ സാമാനം വെളിയിലിട്ട് അവർ കാണിക്കുന്ന ആരെയാണ്?
ഇതുപോലുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഹൈസ്കൂളിലും UP സെക്ഷനിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, ആ കുഞ്ഞുങ്ങളെയാണ് ഇവന്മാർ ഇതെല്ലാം പൊക്കി കാണുക. അന്ന് അവന്മാരെ ലൈംഗിക വൈകൃതന്മാരെന്ന് വിളിച്ച് നമ്മൾ മാറ്റി നിർത്തിയിരുന്നു. ഇന്ന് അവന്മാരെ എന്താണ് വിളിക്കേണ്ടത്? അവന്മാരെ അങ്ങനെ ലൈംഗിക വൈകൃതന്മാരായിട്ട് മാറ്റി നിർത്തിയത് കൊണ്ടാണ് ഇന്ന് പല കുഞ്ഞുങ്ങളും, പിഞ്ചു കുഞ്ഞുങ്ങളും റേപ്പിനിരയാകുന്നത്. അവന്റെയൊക്കെ പിൻതലമുറക്കാരാണ് ഈ കാണിക്കുന്ന ചെറ്റത്തരം മുഴുവൻ. ഇവനെയൊക്കെ കാണുമല്ലോ, ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ കാണും. ഒരു പക്ഷെ ഭാര്യയ്ക്കൊന്നും ഇവൻ ഇങ്ങനത്തവനാണെന്ന് അറിയുക കൂടെ ഉണ്ടാവില്ല. അങ്ങനെയുള്ളവന്മാരെയൊക്കെ വളർത്തി വിട്ടതാണ് ഇന്നത്തെ സമൂഹത്തിലെ 1, 2, 3, 4 വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ റേപ്പ് ചെയ്യപ്പെടാൻ, ക്രൂരമായി റേപ്പ് ചെയ്യപ്പെടാൻ കാരണമെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തി ആവില്ല. അന്നിവന്മാരൊക്കെ സമൂഹത്തിന്റെ കണ്ണിൽ, നിയമത്തിന്റെ കണ്ണിൽ മറ്റേ ഞരമ്പന്മാരായിരുന്നു. ഇവന്മാരൊന്നും ഞരമ്പന്മാരല്ല. ഇവന്മാരൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഞരമ്പന്മാരെന്ന് വിളിക്കാൻ പറ്റുന്നത്? എന്റെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ ആ ഒരു കോളേജ് കാലഘട്ടം അല്ലെങ്കിൽ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ എന്റെ കൂട്ടുകാരികൾക്കും അല്ലെങ്കിൽ എന്നോടൊപ്പം പഠിച്ച മിക്കവർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബസ്സിൽ അവരെന്നോട് വന്ന് പറയും, ചേച്ചി അത് കണ്ടോ അവർ കാണിക്കുന്നു, അല്ലെങ്കിൽ ശാരിക അത് കണ്ടോ അവർ അങ്ങനെ ഞാനൊക്കെ അവനെയൊക്കെ നല്ല പച്ചയ്ക്ക് പറഞ്ഞ് പിന്നി വെച്ച് കുത്തി കാലിട്ട് ചവിട്ടിയൊക്കെ വിട്ടിട്ടുണ്ട്. ഞാൻ അന്നും കുറച്ച് മറ്റേ ടെറർ ആയതുകൊണ്ട് ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഈ നാറുകളെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? നിയമം ഇവരെയൊക്കെ ശിക്ഷിച്ചാലും ഇവരെയൊക്കെ തലയെ പൊക്കി വെക്കാൻ ദയവ് ചെയ്ത് മെൻസ് അസോസിയേഷൻ പോലുള്ള സംഘടനകൾ മുന്നോട്ട് വരരുത്. മെൻസിന് വേണ്ടി ഈ പറഞ്ഞിട്ട് പ്രവർത്തിക്കണം, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആൾ വേണം, അതൊന്നും വേണ്ടെന്ന് ഇവിടെ ആരും പറയുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുന്നവന്മാരെ ദയവ് ചെയ്ത് അവന്മാരുടെ എല്ലാ വശങ്ങളും പഠിച്ച് ഹിസ്റ്ററിയും ബയോഗ്രഫിയും ഒക്കെ പഠിച്ച് ചികഞ്ഞ് ചിന്തി എടുത്തിട്ട് വേണം ഇങ്ങനെയുള്ള പരിപാടികൾക്ക് നിങ്ങൾ ഇറങ്ങാൻ, അജിത്കുമാറെ. അല്ലാതെ വേറെ ഒന്നുമല്ല ഇതിനകത്ത് പറയാനുള്ളത്. അവനെ അന്ന് ശിക്ഷിച്ചിരുന്നെങ്കിൽ അന്ന് സമൂഹം ഒറ്റപ്പെട്ടിരുന്നില്ല, അവൻ കേരളം വിട്ടു പോകുമായിരുന്നു. ഇന്ന് അവൻ ഈ ഒരു ധൈര്യം കാണിക്കത്തില്ലായിരുന്നു. ഇപ്പൊ അവനുണ്ടായിരുന്ന ധൈര്യം എന്താണ്? അന്ന് എനിക്ക് കാണിക്കാൻ പറ്റി, ആ പെൺകൊച്ചു കുറെ ചീത്ത കേട്ടു, ഇവനേക്കാളും ബുള്ളിങ്ങുകൾ കേട്ടത് ആ പെൺകുട്ടിയാണ്. ഇപ്പൊ ഇനിയും അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ എക്കാലം എത്ര ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ ജീവിച്ചാലും കർമ്മ വിൽ ബി ബാക്ക് എന്ന് പറയുന്ന പോലെ സത്യം ജയിക്കുക തന്നെ ചെയ്യും മക്കളെ, സത്യം ജയിക്കുക തന്നെ ചെയ്യും.